സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയും നന്ദനും ഋഷിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഋഷിയുടെ ഒരു കൂട്ടം ഫ്രണ്ട്സ് വന്ന് നന്ദനെ ആക്രമിക്കുന്നത്. അതിൽ നന്ദന് പരിക്കേൽക്കുന്നുണ്ട്. നന്ദനുമായിട്ട് ഇസബല്ലയാവട്ടെ കാറിൽ ഒരിടത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് സദാചാര ഗുണ്ടകൾ ചേർന്ന് അവരുടെ വീഡിയോ എടുക്കുന്നത്. അതിനിപ്പോ ഇസബല്ല ഏർപ്പാടാക്കിയ ഗുണ്ടകളാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും നന്ദനുമായിട്ട് ഇസബല്ല കാറിലിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വൈറലാകുന്നു. അങ്ങനെ പരിക്കേൽക്കുന്ന നന്ദനെയും കൊണ്ട് ഇസബല്ല നേരെ വരുന്നത് അവൾക്ക് അറിയുന്ന ഒരു ഹോട്ടലിലേക്കാണ്. ചന്ദ്രമതി തനുജയുടെ ഫ്രണ്ട്സിന് സാധനങ്ങളുമായിട്ട് എത്തുന്നതും ആ ഹോട്ടലിലേക്ക് തന്നെയാണ്. ഈ സമയം ഗൗരി ആവട്ടെ മുരളിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നന്ദന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ടെന്നും അത് ദേവികയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുരളി അത് കാണുമ്പോൾ തന്നെ ദേവികയും അത് കാണുന്നു. അത് കണ്ട ഉടനെ ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എത്രയും പെട്ടെന്ന് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് ദേവി പറയുന്നു. മുരളിയാണെങ്കിൽ അവളുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഹോട്ടലിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് നന്ദൻ ഇസബല്ലയ്ക്ക് പുറകിൽ നിൽക്കുന്നത് അവൾ ഒരു മിന്നായം പോലെ കാണുന്നത്. ഇത് നന്ദനല്ലേ എന്നിങ്ങനെ ഓർക്കുന്നു. അങ്ങനെ അവരാണെങ്കിൽ റൂം എടുത്ത് ഹോട്ടലിന്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി റിസപ്ഷനിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇപ്പൊ പോയ പെൺകുട്ടിയും ആ ചെറുക്കനും ആരാണെന്ന് ചോദിക്കുമ്പോൾ നന്ദന്റെ ആ ഫേക്ക് പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇസബല്ല പറഞ്ഞ പേര്. ചന്ദ്രമതിക്ക് ആകെ കൂടി എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അവര് ഏത് റൂമിലേക്കാ പോയത്, റൂം നമ്പറും ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി അവരെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അതായത് ഇസബല്ലയാവട്ടെ നന്ദന് മുറിവൊക്കെ ഡ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കാണുന്നത് ചന്ദ്രമതി തെറ്റിദ്ധരിക്കുകയാണ്. കാരണം അവർ മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുകയാണ്. ഇസബല്ലയാണെങ്കിൽ നന്ദനെ പ്രണയത്തോട് കൂടിയിട്ട് നോക്കുന്നൊക്കെയുണ്ട്. അവളാണെങ്കിൽ അവസരം മുതലെടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ അത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കുകയും നന്ദ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഇതേതാ ഈ സ്ത്രീ എന്നിങ്ങനെ ഇസബല്ല ചോദിക്കുമ്പോൾ അത് എന്റെ അമ്മയുടെ ഉറ്റ സുഹൃത്താണ് ചന്ദ്രമതി ആന്റി. ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? നന്ദ എന്താ ഇവിടെ കാര്യം? ആന്റി ഇതെന്റെ ഫ്രണ്ടാണ്. അതിന് ഹോട്ടൽ റൂമിൽ വെച്ച് ഫ്രണ്ടും നിനക്കും എന്താ കാര്യം? ദേവിക അറിഞ്ഞോ ഈ ഫ്രണ്ടിന്റെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റി വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഞാൻ എന്ത് വിചാരിച്ചാലും ഇല്ലെങ്കിലും ഇത് ഇവിടെ നടക്കില്ല നന്ദൻ, വാ എന്നോടൊപ്പം. ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ പ്രഭയെ വിളിക്കും, ദേവികയെ വിളിക്കും എന്നൊക്കെ പറയുമ്പോൾ ആന്റി ഒന്ന് കാമാവ്, ഒരു പ്രശ്നമില്ല. ദേ ആരാ ഈ സ്ത്രീ എവിടെ നിന്നും വിട്ടയക്കുന്നൊക്കെ ഇസബല്ല പറയും. ഇസബല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദൻ അവളെയും കാം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നീട് നന്ദ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തോട് കൂടി നന്ദന്റെ കൈ പിടിച്ച് വലിക്കുകയാണ് ചന്ദ്രമതി. ആന്റി ഒന്ന് നിർത്താമോ, ഒന്ന് ഇവിടെ നിന്നും പോയി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഋഷിയുടെ കാര്യം പറഞ്ഞാണല്ലോ ഈ ഇസബല്ല നന്ദനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസബല്ലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉറപ്പായിട്ടും അവളത് പുറത്തു വിടും. അതുകൊണ്ട് തന്നെ നന്ദനാണെങ്കിൽ അവിടെ നിന്നും ചന്ദ്രമതിയെ വിട്ടയക്കുന്നു. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. ദേവികയെ ചതിക്കാനായിട്ട് ചന്ദ്രമതി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. എത്രയും പെട്ടെന്ന് ദേവികയെ വിളിച്ച് വിവരം അറിയിക്കണമെന്ന് അവർ കരുതുന്നുണ്ട്. ഈ സമയം ദേവിയും മുരളിയും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും അവിടെ ആരെയും തന്നെ കാണുന്നില്ല. ഇനി നന്ദനും അവളും എവിടേക്ക് ചെന്ന് കാണും? നന്ദൻ എന്ത് പറ്റിയെന്നൊക്കെ ആകെ വേവലാതിപ്പെടുകയാണ് ദേവിക. ഈ സമയം ചന്ദ്രമതിയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. ദേവി ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എക്സാക്ട് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവിടേക്ക് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി എത്തുന്നുണ്ട്. കാരണം നന്ദന ഒരു ആപത്തും പറ്റരുതെന്ന് അവർക്ക് അത്രയ്ക്കും നിർബന്ധമാണ്. ദേവിക ചതിക്കപ്പെടാനും പാടില്ല. അങ്ങനെ മുരളിയോടും ദേവികയോടും ചോദിക്കുന്നുണ്ട്, നന്ദന്റെ ആ വൈറൽ വീഡിയോ കണ്ടിരുന്നോ? ആ കണ്ടു ആന്റി, ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ ആരെയും കാണുന്നില്ല. അതൊക്കെ വെറും വെച്ചുകെട്ടി ഉണ്ടാക്കുന്ന സദാചാര ഗുണ്ടകളുടെ പണിയാണെന്നൊക്കെ പറയുമ്പോ ആണോ, അങ്ങനെയാണ് മുരളി ഉദ്ദേശിക്കുന്നത്? അല്ല ആന്റി, അത് അങ്ങനെയാവാനുള്ള ചാൻസ് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതിനു വേണ്ടി മാത്രം എന്നിങ്ങനെ മുരളി പറയുമ്പോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സദാചാരോ എന്ത് ചാരായാലും കുഴപ്പമില്ല. ഇപ്പൊ നന്ദനും ആ ഇസബല്ലയും ഹോട്ടൽ റൂം എടുത്ത് അവിടെ ഇരിപ്പുണ്ട്, അതിനർത്ഥം എന്താ എന്നിങ്ങനെ ചോദിക്കുന്നു. ഇത് കേട്ട് ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവാണ്. നന്ദനും ഇസബല്ലയും ഒരേ ഹോട്ടലിൽ ഒരേ റൂമിലാണെന്ന് അറിയുമ്പോൾ അവൾക്ക് അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ആന്റി എന്താ ഈ പറയുന്നത്? അതേ ദേവിക, ഞാൻ തനുജയുടെ ഫ്രണ്ട്സിന് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹോട്ടലിലേക്ക് പോയത്. അവിടെ വെച്ച് അവരെ ഞാൻ പിടികൂടി. പക്ഷെ നന്ദൻ എന്നെ ആട്ടിവിടുന്നത് പോലെയായിരുന്നു സംസാരിച്ചത്. അവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. നന്ദനെ ഇത്രയും അവകാശത്തോടെ ചേർത്ത് പിടിക്കാൻ അവൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിയാണെങ്കിൽ ഉത്തരമില്ലാതെ ആവുകയാണ്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ദേവിയെ കൂട്ടിയിട്ട് ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പല രംഗങ്ങൾക്കും നന്ദൻ ഉത്തരം പറയേണ്ടി വരും. അത്രയ്ക്കും കലിപ്പിൽ തന്നെയാണ് ദേവിക. ഇനി അവരുടെ ബന്ധത്തിനെ എങ്ങനെ ഈ ഒരു സംഭവം ബാധിക്കുമെന്ന് പോലും പറയാനായിട്ട് കഴിയില്ല. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. പിന്നീട് എപ്പിസോഡ്സിനായിട്ട്. ബൈ.